ഹലോ, വെൽക്കം ബാക്ക് കൊച്ചി കാൻസ് വ്ലോഗ്. വിനീത് ഫ്രാൻസിസ്. നമ്മൾ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്, ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന അൽദിയിലാണ്. അപ്പോൾ അൽദിയിലെ ഷോപ്പിംഗ് ആണ് നമ്മളിന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വർഷവും നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു അൽദിയിലെ തന്നെ. അപ്പോൾ പ്രൈസ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അൽദിയിലോട്ട് കയറുമ്പോൾ തന്നെ നമ്മളൊരു വഴുതനങ്ങയുടെ ചെടി കണ്ടിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ്. 1.59 എടുക്കുമല്ലോ ഇത്. ഓക്കെ, പോയിക്കോളൂ. ഓക്കെ, 99p പൈനാപ്പിൾ. ഓക്കെ, കേക്ക് ചെയ്താൽ ഓക്കെ. ചേച്ചി, do you want this one? Cucumber? 89. Yeah, get one. Bigger one? This one. Okay. നാലെണ്ണത്തിന് 1.29. വേൾഡ് ഫുഡ് സെക്ഷൻ. ഇവിടെ നമ്മൾ റൈസ് എന്താണ്, ബസ്മതി റൈസ് വേണോ അല്ലേ? ഇത് 1.85 അല്ലേ? പിന്നെ ഇവിടെ കുറേ സ്പൈസസ് ഉണ്ട്. ഇതിനെത്ര? 79. ഓക്കെ, പിള്ളേരുടെ പൈസ. ഓക്കെ, എത്ര? 2.49. വെജിറ്റബിൾ സ്പ്രിംഗ് റോൾസ്. ഓക്കെ, സോഫാർ ഇത്ര സാധനങ്ങളായി. നമ്മുടെ ഈ ബിസ്ക്കറ്റ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ സംഭവം. മറ്റേ ടൈഗർ ബിസ്ക്കറ്റ് ഇല്ല, നാട്ടിലെ ടൈഗർ ബിസ്ക്കറ്റിന്റെ ആ ഒരു ടേസ്റ്റ് ആണിത്. ഇത് നമുക്ക് 10 ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് സ്കൂളിൽ കഴിഞ്ഞ് വിടുമ്പോൾ നമുക്ക് അവർക്ക് മേടിക്കാമല്ലോ. സ്കൂളിൽ നിന്ന് പിള്ളേരൊക്കെ വിളിച്ചിട്ട് വരുമ്പോഴേക്ക് അവർക്ക് ട്രീറ്റ്. യെസ്, ഓക്കെ. സ്ട്രോബെറി സ്വീറ്റ്. ഇപ്പോൾ എണ്ണ മറ്റേ സൺഫ്ലവറിൻ്റെ വില കൂടിയതാണ്. ഇപ്പോൾ 2.35. നേരത്തെ അത് 1 പൗണ്ട് കിടന്ന സാധനമാണ്. സെയിം ക്വാണ്ടിറ്റി, പ്രൈസ് മാത്രം വ്യത്യാസമുണ്ട്. ഇതെല്ലാം കെച്ചപ്പ് 89, 99 ആ റേഞ്ചാണ്. പിന്നെ ഗാർലിക്കും പച്ചമുളകും നമ്മുടെ ഇന്ത്യൻസിൻ്റെ മെയിൻ സാധനങ്ങളാണ്. ഇപ്പോൾ ജിഞ്ചർ ഇല്ല. പൊട്ടാറ്റോസ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയണത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എന്തോരം റേറ്റ് മാറിയിട്ടുണ്ടെന്ന്. എല്ലാത്തിലും ഒരു 50 പൈസ 1 പൗണ്ടൊക്കെ എല്ലാം മാറിയിട്ടുണ്ട്. നമ്മുടെ സവാളയ്ക്ക് 99 പൈസയാണ്. അത് വലിയ മാറ്റമൊന്നും ഇരുന്നോന്നല്ലേ? 50 പൈസ ആയിരുന്നു. അയ്യോ, അപ്പോൾ 50 പൈസ കൂടിയിട്ടുണ്ട്. ഇതിനെപ്പോഴും വില കൂടുതലല്ലേ? 99. അപ്പോൾ ഇത് വില കുറവാണ്. അപ്പോൾ റെഡ് ഒനിയന് വില കുറവും, മറ്റേതിന് വില ഒരു 5 പൈസ കൂടുതലുമാണ്. ലെൻറ്റിൽ ചിപ്സ് ആണ് നമ്മൾ സാധാരണ ഈ ക്രിസ്പ് വാങ്ങുന്നതിനേക്കാൾ ഇതിനകത്ത് സോൾട്ട് കുറവാണ്. പിന്നെ ഇത് ഹെൽത്തിയാണ്. ലെൻറ്റിൽ കൊണ്ടുണ്ടാക്കുന്നതുകൊണ്ട് ഹെൽത്തിയാണ് കുറച്ചുകൂടെ. ലെൻറ്റിൽ പരിപ്പ് അല്ലേ? ഒഴിവ് വിളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് എടുത്ത് നമുക്ക് ചൂസ് ചെയ്തുകൊണ്ടിരിക്കാം. നല്ല ടേസ്റ്റാണ്. അത്യാവശ്യം മധുരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹണിയും പ്ലസ് ലൈമും കാഷ്യൂസ്. ഇതാണെങ്കിൽ എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ്. വളരെ വില കുറവാണ്. ആകെ 59 പൈസയേ ഉള്ളൂ. പക്ഷേ ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഇതെല്ലാം ഉണ്ട്. ഏതാണ് നമ്മുടെ റൈസിൻസ്, ഡ്രൈ ഫ്രൂട്ട്സ് സംഭവങ്ങളെല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റാണ്. ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നമുക്ക് കഴിച്ചിട്ടിരിക്കുന്ന നല്ല രസമാണ്. പെറ്റ് ഫുഡിൻ്റെ ചെറിയ സെലക്ഷൻ, അതും 95 അങ്ങനെയൊക്കെയാണ്. ഈ റേറ്റൊക്കെയാണ് വരുന്നത്. നമ്മുടെ നാട്ടിലെ പായ് ഇതിപ്പോൾ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവില്ല. അത് ഇന്നിപ്പോൾ ഉണ്ട്. ഇപ്പം സമ്മറിലാണ് കൂടുതൽ സ്റ്റോക്ക് വന്നത്. ഉള്ളിൽ ഇത് കത്തിക്കാം നമുക്ക്. ഇതിട്ടേ ബാറ്ററി. ബാറ്ററി കത്തിക്കാണോ? ഓക്കെ. ഓലല്ല, സോളാറാട്ടോ. സോളാറാണോ? ജസ്റ്റ് പുറത്ത് വെച്ചാൽ മതി. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. മെഡിസിൻ്റെ ഒക്കെ വില നന്നായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. കമ്പയർ ചെയ്യുവാണെങ്കിൽ 30 പൈസ ഒക്കെ എല്ലാത്തിനും കൂടിയിട്ടുണ്ട്. ഈ വിറ്റമിൻസിനൊക്കെ ആണെങ്കിൽ നേരത്തെ ഇത്രയും വില പ്രൈസിലായിരുന്നു. 99p ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഇതെല്ലാം കൂടി. കോസ്മെറ്റിക് സാധനങ്ങൾ പറഞ്ഞ പോലെ എല്ലാത്തിനും വില വളരെ കൂടിയിട്ടുണ്ട്. 2 പൗണ്ട്. ഇതൊക്കെ
1.99 കിടന്ന സാധനമാണ്. ഒരു പൗണ്ട് 50 പൈസയൊക്കെ വെച്ച് എല്ലാത്തിനും കൂടിയിട്ടുണ്ട്. ഇതൊരു ഇലക്ട്രിക് കൂൾ ബോക്സ് ആണ്. 44 പൗണ്ടാണ്. ഇപ്പോൾ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഫിഷിങ്ങിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്ന സാധനം നല്ല ഹാൻഡിയാണ്. പിക്നിക്കിനൊക്കെ പോകുമ്പോഴേ ക്യാമ്പിങ് ചെയർ അതുപോലെ ക്യാമ്പിങ്ങിനും ഫിഷിങ്ങിനൊക്കെ എടുക്കാം. പിന്നെ ഇവിടെ പോർട്ടബിൾ ഗ്യാസ് കുക്കർ പിന്നെ 12 കൊണ്ടുള്ളൂ. അത് ഭയങ്കര റീസണബിൾ ആട്ടോ. പക്ഷെ ഗ്യാസ് ഇത് മാത്രമേ ഉള്ളൂ. ഗ്യാസ് മറ്റേ വാങ്ങിക്കണം. ചെറുത് വാങ്ങിക്കണം നമ്മൾ. ചേച്ചി ജിവണ്ണ പീസ് No. വൈ Because I'm a big boy. സോ ഈ റൊമാണ്ടേ No. സെ ബൈ ദെൻ. Bye bye. Bye bye, Nappy. നമ്മൾ ഇതായിരുന്നു മെയിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. 3.59. ഇത് 2.70 സംതിങ് ഉള്ള 2 സംതിങ് ആയിരുന്നു. ഇപ്പോൾ പിന്നെ വില കൂടിയായി. പിന്നെ ഇത് വാഷിംഗ് അപ്പ് ലിക്വിഡും പിന്നെ ക്ലീനിങ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ. With some Sprayos. ഇത് നേരത്തെ 30 പൈസ വ്യത്യാസം വന്നിട്ടുണ്ട്. 30 പെൻസ് കൂടി. ഇതിനൊക്കെ നേരത്തെ 99 പെൻസ് ഉള്ളായിരുന്നു. ഇപ്പോൾ 1 പൗണ്ട് കൂടി. ഇതില്ല നോറിൻ്റെ ഇതിന് ഇപ്പോൾ സംതിങ് ഉള്ളു. നമ്മളിപ്പോഴും ഇതാണ് എടുക്കുന്നത്. ബേബീസിന് യൂസ് ചെയ്യുന്നത്. കാരണം സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് അവരുടെ എന്തെങ്കിലും റാഷസോ ഒക്കെ വരുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫാബ്രിക് കണ്ടീഷണറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. കിച്ചൺ റോള് അതിന് നേരത്തെ 99 p ആയിരുന്നു. ഇപ്പോൾ 1.35 ആണ്. പക്ഷെ ഓഫർ ഉള്ളതുകൊണ്ട് 190. ആടക്ക് ഇതിനൊരു 35 പെൻസോളം കൂടിയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഒരു റീസെൻ്റ് ഒരു 2-3 മാസമായിട്ട് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇത് നല്ല പ്രോഡക്റ്റാണ്. ബാർബിക്യൂ ഹോട്ട് സ്പൈസി ചിക്കൻ വിങ്സ്. ഐസ്ക്രീമും ഈ പറഞ്ഞ പോലെ 30-35 പെൻസ് എല്ലാത്തിനും കൂടിയിട്ടുണ്ട്. ഇതിനും 19 പെൻസോളം കൂടിയിട്ടുണ്ട്. ഇത് നല്ലൊരു ഓപ്ഷനാണ്. എന്താണ് നമുക്ക് സേവ് ചെയ്യാൻ ഇപ്പോൾ ഇവർക്ക് കോൺ ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്നത് ഇതാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ. എക്സിന് 1 പൗണ്ടോളം കൂടിയിട്ടുണ്ടല്ലേ. കൂട്ടിയിട്ടൊന്നും നോക്കണേ. ഓക്കെ കൊള്ളാം. കേക്കുകളാണെങ്കിലും ഒരു എല്ലാത്തിനും 30 പെൻസ് 40 പെൻസ് എല്ലാത്തിനും കൂടിയിട്ടുണ്ട്. കേക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ ഇത്രയോ നാളത്തെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങളുടെ ഒരു അഭിപ്രായമാണ്. ഒരെണ്ണത്തിനും ഒരു ടേസ്റ്റ് കൂടിയില്ല. എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ ചില കേക്കുണ്ട്. ഒരു കിപ്ലിംഗ് എന്ന് പറഞ്ഞൊരു കേക്കുണ്ട്. വണ്ടിന്റെ ടേസ്റ്റ്. അതിനകത്ത് വണ്ടിൻ്റെ ടേസ്റ്റ്. പക്ഷെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടീ ബാഗ്സും കോഫിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അതും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും 30 പെൻസ് 40 പെൻസ് എല്ലാത്തിനും കൂടിയിട്ടുണ്ട്. ബ്രെഡ് ഇവിടുത്തെ എല്ലാ ബ്രെഡിനും പല ടേസ്റ്റാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളുടെ ടേസ്റ്റിയായിട്ട് പ്രിയപ്പെട്ടത് ടോസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും നല്ല റോബർട്ട്സാണ്. അപ്പം ഞങ്ങൾ എപ്പോഴും എടുക്കുന്ന റോബർട്ട്സാണ്. അതിന് അത്യാവശ്യം ടേസ്റ്റ് ഉള്ളത്. 1.19 1.49 1.19. അതും ഇതുപോലെ തന്നെ പിന്നെ റേറ്റ് കൂടിയിട്ടുണ്ട് അതിന് വേണ്ടി. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് അത്യാവശ്യം കഴിഞ്ഞു. ഇനി പേ ചെയ്യാനുള്ള പരിപാടിയാണ്. സാധനങ്ങളെല്ലാം എടുത്ത് നോക്കേണ്ടത്. എല്ലാം കട്ടിയുള്ള സാധനങ്ങളെല്ലാം ആദ്യം വെക്കുന്നു. പിന്നെ ബ്രെഡിനെ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ലാസ്റ്റ് വെക്കുക. അല്ലെങ്കിൽ എല്ലാം ചമ്മന്തി ആയിപ്പോയി. ജസ്റ്റ് ഒരു ടോപ്പ് അപ്പ് ചെയ്യാനുള്ള ഷോപ്പിംഗ് ആണ്. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊന്നും ഇല്ല. അതേ കിടക്കുന്നു ബ്രെഡ് താഴെ പോയി. ഓക്കെ, നമ്മുടെ ഷോപ്പിംഗ് അപ്പോൾ കഴിഞ്ഞു. ഇതെല്ലാം കൂടി ടോട്ടൽ ഇപ്പോൾ നമുക്ക് 67 പൗണ്ട്സ് ആണ്. 67 പൗണ്ട്സ് ആയി. ഓക്കെ, നമ്മുടെ ഷോപ്പിങ്ങിന് നമുക്ക് ആയ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 67 പൗണ്ട്സ് ആണ്. 2 വർഷം മുമ്പായിരുന്നെങ്കിൽ 2 വർഷം മുമ്പായിരുന്നെങ്കിൽ ഇതൊരു 30-40 താഴെ നിൽക്കുള്ളൂ. 35 37 അങ്ങനെയൊക്കെ ആവുമായിരുന്നുള്ളൂ. പക്ഷെ എല്ലാത്തിനും കൂടി ഒരു രക്ഷയില്ല. ഭയങ്കര ബൂമാണ്. നമുക്കത് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്തൊരു ബൂമാണ് സംഭവിച്ചേക്കുന്നത്. നമ്മള് വിചാരിക്കുമ്പോ ഒക്കെ ഇത്രയും ഷോപ്പിംഗ് ചെയ്യണ്ടെന്നൊക്കെ ഓർത്തായിരിക്കും വരുന്നത്. പക്ഷെ പർച്ചേസ് ചെയ്ത് വരുമ്പോ പക്ഷെ അത്ര ആയിപ്പോവും. എങ്ങനെ വന്നാലും 70 താഴെ നമുക്ക് ചെയ്യാനേ പറ്റില്ല ഒരിക്കലും. നേരത്തെ ഒരു 30 അല്ലെ മാക്സിമം 30 പൗണ്ട് 40 പൗണ്ടിൽ നമ്മുടെ പരിപാടി തീരുമായിരുന്നു. ഒരു വീക്കിൽ ഷോപ്പിംഗ് നേരത്തേക്ക് നമ്മുടെ 30-40 പൗണ്ടിൽ തീരുമായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അത് 70 അല്ലാതെ ഒരു ഇതുമില്ല. അറ്റ്ലീസ്റ്റ് ഒരു 70 എങ്കിലും വേണം നമുക്കൊരു. ഇത് നമ്മളിപ്പോ മീറ്റ് ഒന്നും എടുത്തിട്ടില്ല. മീറ്റ് എല്ലാം നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് മേടിക്കുവാണ്. ഫാമിൽ നിന്ന് മേടിച്ച മീറ്റുകളുണ്ട്. അങ്ങനെ അതെല്ലാം നമ്മുടെ അടുത്തുണ്ട്. ജസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കൊച്ചുങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് വെജിറ്റബിൾ ഒക്കെ കഴിഞ്ഞ ദിവസം മേടിച്ചായിരുന്നു. അതവിടെ ഒരു 100 പൗണ്ടോളം നമ്മൾ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരാഴ്ചയിൽ ഇപ്പോൾ അയക്കണത് 170ഓളം പൗണ്ടാണ് ഷോപ്പിങ്ങിന് 1 വീക്കിൽ വന്നേക്കുന്നത്. പക്ഷേ ഇന്ത്യൻ ഷോപ്പിംഗ് നമ്മൾ എപ്പോഴും ചെയ്യാറില്ല. once in 2 weeks ആണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ
ഗ്രോസറിക്ക് ഒരു ഷോപ്പിങ്ങിന് ആകുന്നുണ്ട്. ഒരു 600 പൗണ്ടോളം എങ്കിലും നമുക്ക് ഗ്രോസറി ഷോപ്പിംഗ് ഒരു മാസം ആകുന്നുണ്ട്. ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമ്മൾ ചെറുതായിട്ടൊന്ന് കമ്പയർ ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെക്കാളും എല്ലാത്തിലും വില കൂടിയിട്ടുണ്ട്. ഒരു 50%ഓളം എല്ലാ സാധനങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.